അച്ചമരെ എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. മാർക്കോയുടെ രണ്ടാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വരെ, അതായത് 14 ദിവസം വരെ ഇതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ അവിടെയും ഇവിടെയുമായി നടക്കുന്നുവെങ്കിൽ ട്രാക്കേഴ്സ് എല്ലാം കൂടെ ഒത്തുചേർന്ന് ഇന്ന് ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല എന്ന് ആദ്യമേ അറിയിച്ചുകൊള്ളാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തി 14 ദിവസം കൊണ്ടെന്നുള്ളത് ട്രാക്കേഴ്സ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ 38 കോടി നേടി 14 ദിവസം കൊണ്ട്. അതുമാത്രമല്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 14 കോടി, ഇന്നലെ 13 കോടി 68 ലക്ഷം രൂപയോ എന്തോ ആ റേഞ്ചിലാണ് സിനിമയുടെ കളക്ഷൻ വന്നത്. അതുകൊണ്ട് തന്നെ 51 കോടി രൂപയാണ് സിനിമ ഇന്ത്യ കളക്ഷനായി മാത്രമായി വന്നിരിക്കുന്ന എല്ലാ ട്രാക്കേഴ്സും അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതും. ഇനിയും ഓവർസീസിൽ നിന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷനും രണ്ടാഴ്ചത്തെ അവർ പുറത്തുവിടുന്നു. ആദ്യ ആഴ്ചയിൽ മികച്ചതാണെങ്കിൽ രണ്ടാം ആഴ്ചയിൽ 7 ലക്ഷം ഡോളറാണ് ലഭിച്ചതായിട്ട് പറയുന്നത്. അങ്ങനെ 28 കോടി രൂപയാണ് ഓവർസീസിൽ നിന്ന് ലഭിച്ചതായി ട്രാക്കേഴ്സ് പറയുന്നത്. അങ്ങനെ ഇന്നലെ വരെയുള്ള കളക്ഷൻ അവർ തന്നെ പറയുന്നു 79 കോടി. ആദ്യ ആഴ്ച 53 കോടിയും രണ്ടാമത്തെ ആഴ്ച 26 കോടിയും ചേർത്ത് 79 കോടി. അങ്ങനെ എല്ലാ ട്രാക്കേഴ്സും സ്ഥിരീകരിച്ചിരിക്കുന്നു. നമുക്ക് വലിയ സന്തോഷമാണ് ട്രാക്കേഴ്സ് അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിക്കുമ്പോൾ. പലപ്പോഴും പല സിനിമകൾക്കും കളക്ഷൻ കൂടുതൽ പറയുമ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾക്ക്, പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളോ ഉണ്ണി മുകുന്ദൻ സിനിമകളോ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സിനിമകൾ വരുമ്പോൾ കളക്ഷൻ സാധാരണ കുറയുക തന്നെയാണ്. ഇവിടെ എത്ര കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് ഈ ഒരു റേഞ്ചിലേക്ക് എത്തിക്കേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ട്രാക്കേഴ്സിൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനും കഴിയുന്നത്. വലിയ കഷ്ടപ്പാടാണ് അവർക്ക് ഇത്ര കുറച്ച് പറയാൻ. വേറെ ഏതെങ്കിലും ഒരു സിനിമ, ഇപ്പോൾ നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിരുന്നു, അങ്ങനെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ പകുതി ദിവസങ്ങൾ കൊണ്ട് വേണമെങ്കിൽ 100 കോടിയും അത് കഴിഞ്ഞിട്ട് 20 കോടി കുറച്ച് പറയുന്ന കാര്യങ്ങളും കൂട്ടി പറയുന്ന കാര്യങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഇവിടെ എന്താണേലും ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ഇതിനോടകം തന്നെ 85 കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള കളക്ഷൻ, നമ്മൾ സാധാരണ സിനിമകളുടെ ട്രാക്കിംഗ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ സിനിമ ആയ മാർക്കോ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി 31 കോടിയാണ് ഇന്ന് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ ഈ ഒരു നിമിഷം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഏറെക്കുറെ 41 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നിരുന്നാലും ട്രാക്കേഴ്സ് അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള സിനിമകൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നത്. 35 കോടി കാണിച്ചപ്പോൾ എത്രയായിരുന്നു കളക്ഷൻ എന്ന് പറയുന്നതും 30 കോടി ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു ഡിസ്റ്റൻസും കാണുന്നത് കൊണ്ട് തന്നെ. എന്തായാലും ട്രാക്കേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ട് സിനിമ 80 കോടിയിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അവർ 100 കോടി പറയും. അതിനു മുമ്പ് ഒരുപക്ഷെ ഒഫീഷ്യലായിട്ടുള്ള 100 കോടി അണിയറ പ്രവർത്തകർ തന്നെ പറയുമെന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.